1999 അവിടെ സ്ഥാപിച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന സ്വർണ്ണപ്പാളികൾ എന്ന് പറയുന്നത്. ദ്വാരപാലക ശില്പത്തിന് സ്വർണം പൊതിയുന്നത് 1999 20 വർഷങ്ങൾക്ക് ശേഷം 2019 ഈ സ്വർണ്ണപ്പാളികൾക്ക് കേടുപാടുണ്ടെന്നും അതുകൊണ്ട് അറ്റകുറ്റപ്പണികൾ ആവശ്യമാണെന്ന് പറഞ്ഞ് ഒരു സ്വകാര്യ വ്യക്തി, ഈ കേസിലെ തന്നെ 7ാം പ്രതിയായിട്ടുള്ള 7th ഡിഫൻഡന്റ് ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ മുന്നോട്ട് വരികയും തന്റെ സ്വന്തം ചെലവിൽ ചെന്നൈയിലെ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി അതിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്തുകൊള്ളാമെന്ന് അറിയിക്കുകയും ചെയ്തു. ഈ കാര്യം അവിടുത്തെ അന്നത്തെ ഭരണ നേതൃത്വം അംഗീകരിക്കുകയും കോടതിയുടെ അനുമതിയോ മറ്റോ കൂടാതെ തന്നെ തിരുവാഭരണം കമ്മീഷണറുടെയും അതേപോലെ തന്നെ സ്പെഷ്യൽ കമ്മീഷണറുടെയും ഒക്കെ നേതൃത്വത്തിൽ ഈ സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റി ഇദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു. അതായത് 2019 ജൂലൈ 20-ാം തീയതി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളെ 42 കിലോ 800 ഗ്രാം സ്വർണ്ണം ഏൽപ്പിച്ചു. എന്നാൽ ഒരു മാസവും 10 ദിവസവും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് 2019 ഓഗസ്റ്റ് 29-ാം തീയതി മാത്രമാണ് ചെന്നൈ പറയുന്ന സ്മാർട്ട് ക്രാഫ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് പ്രസ്തുത ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സാധനങ്ങൾ എത്തിക്കുന്നത്. എന്തുകൊണ്ട് ഒരു മാസവും 10 ദിവസത്തെയും കാലതാമസം ഈ സ്വർണ്ണം അവിടെ എത്തിക്കുന്നതിൽ ഉണ്ടായി എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള അവധാനതയും പുലർത്തിയിട്ടില്ല. തന്നെയല്ല, ഈ പറയുന്ന 8ാം പ്രതിയായിട്ടുള്ള ഈ സ്ഥാപനം, 8th ഡിഫൻഡന്റ് ആയിട്ടുള്ള ഈ സ്ഥാപനത്തിൽ എത്തുന്ന സമയത്ത് ഈ സ്വർണം തൂക്കുന്ന സമയത്ത്, ഈ സ്വർണ്ണ പാളികൾ തൂക്കുന്ന സമയത്ത് രേഖപ്പെടുത്തുന്ന വെയിറ്റ് എന്ന് പറയുന്നത് 37 കിലോ 500 ഗ്രാം മാത്രമാണ്. അതായത് 5 കിലോയുടെ വ്യത്യാസം ആ സമയത്ത് ഉണ്ടാകും. അതിനുശേഷം ഇവർ ഈ പറയുന്ന റീപ്ലേറ്റിംഗ് പണികൾ പൂർത്തീകരിച്ചതിന് ശേഷം, സ്വർണ്ണം പൂശുന്ന പണികൾ പൂർത്തീകരിച്ചതിന് ശേഷം രണ്ടാമത് തൂക്കുന്ന സമയത്ത് അതിന്റെ തൂക്കം 38 കിലോ 500 ഗ്രാമായി മാറുന്നു. അപ്പോഴും 4.5 കിലോയുടെ വ്യത്യാസം ആ സ്വർണത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. അവിടെ ഒരു ക്രമക്കേട്, ഗുരുതരമായിട്ടുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന അർത്ഥശങ്കയ്ക്കിടയിലാണ് ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടന്നിട്ടുള്ള എണ്ണി പറഞ്ഞാൽ 10-ലേറെ സംഭവങ്ങൾ നമുക്കറിയാം. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 2016-17 കാലഘട്ടത്തിൽ 189 കിലോഗ്രാം സ്വർണത്തിന്റെ മിസ്അപ്രോപ്രിയേഷൻ ഉണ്ടായിട്ടുണ്ട്. അതായത് 189 കോടി രൂപ മൂല്യം മതിക്കുന്ന സ്വർണത്തിന്റെ മിസ്അപ്രോപ്രിയേഷൻ ഉണ്ടായിട്ടുണ്ട്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വിഗ്രഹത്തിന്റെ നെറ്റിയിൽ പതിച്ചിരുന്ന മൂല്യം പോലും നമുക്ക് തീരുമാനിക്കാൻ കഴിയാത്ത 8 രത്ന കല്ലുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണന്റെ കഴുത്തിലുണ്ടായിരുന്ന നവരത്നങ്ങൾ പതിച്ചിട്ടുള്ള 100 കോടി രൂപയ്ക്ക് മേലെ മൂല്യം വരുന്ന പതക്കം നഷ്ടപ്പെട്ടു പോവുകയും അതൊരു സ്വകാര്യ തട്ടാന്റെ അടുത്ത് എത്തുകയും ചെയ്തിട്ടുള്ള സംഭവം നമുക്കറിയാം. ഹരിപ്പാട് ക്ഷേത്രത്തിലെ സ്വർണത്തിന്റെ കമ്പവിളക്ക് 2002-ലാണ് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി കൊണ്ടുപോയത്. 23 കൊല്ലമായിട്ട് ആ കമ്പവിളക്ക് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് മടങ്ങി വന്നിട്ടില്ല. ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലെ സ്വർണ്ണ ഗോളക ഉണ്ടാക്കാൻ 5 കിലോ സ്വർണ്ണം ക്ഷേത്രം കൊടുത്തു. അവസാനം ഗോളക ഉണ്ടാക്കി തിരിച്ചുകൊണ്ട് വന്നപ്പോൾ ഉരുക്കി പരിശോധിച്ചപ്പോൾ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇടപെട്ടിട്ടാണ്, ഉരുക്കി പരിശോധിച്ചപ്പോൾ 4 കിലോ സ്വർണ്ണം ഉണ്ടായിരുന്നു, 1 കിലോ ചെമ്പായിരുന്നു. ഈ കൊല്ലം 2025 എന്താണ് പഴയന്നൂർ ഭഗവതി ക്ഷേത്രം, കൊച്ചി രാജവംശത്തിന്റെ പരദേവതയാണ്. പഴയന്നൂർ ഭഗവതിയുടെ 2 പവൻ, അതായത് 16 ഗ്രാം തൂക്കമുള്ള എന്താണ് തങ്ക കിരീടം കാണാതെയായിട്ട് നമ്മൾ കണ്ടു. ഈ വർഷം തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വാതിലിന് സ്വർണ്ണം പൂശാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള സ്വർണ്ണ ദണ്ട് ക്ഷേത്രത്തിൽ നഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടു. ഇങ്ങനെയുള്ള അറ്റകുറ്റപ്പണിയുടെ മറവിൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുള്ള 10-ലേറെ സംഭവങ്ങൾ നമുക്ക് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പറയാൻ കഴിയും.